ഹായ് ഹലോ എല്ലാവർക്കും പൊന്നേരി സ്വൈറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സൂപ്പർ മാർക്കറ്റിലോട്ട് പോവുകയാണ്. അപ്പോൾ അമ്മൂമ്മയ്ക്ക് എപ്പോഴും നട്ട്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശീലമുണ്ട്. നട്ട്സ് അമ്മൂമ്മ ഭയങ്കരമായിട്ട് ചോക്ലേറ്റും കഴിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അമ്മൂമ്മയുടെ കൂടെ ഇരിക്കുന്നത് ഞാനായതുകൊണ്ട് എനിക്ക് അത്യാവശ്യം കുറച്ച് ചോക്ലേറ്റൊക്കെ കഴിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഷുഗർ ഒഴിവാക്കുക എന്ന് പറഞ്ഞാലും ഈ ചോക്ലേറ്റ് തീറ്റയുണ്ട് എനിക്ക്. അതുകൊണ്ടാണ് എൻ്റെ വെയിറ്റ് അധികം കുറയാത്തതും. അപ്പോൾ മധുരം അധികം കഴിക്കാതെ അതൊരു ശീലമായിപ്പോയി. ഇപ്പം ചായക്കും ജ്യൂസിനും അങ്ങനെ ഒന്നും മധുരം കഴിക്കില്ല, പക്ഷേ ചോക്ലേറ്റ് കഴിക്കുന്ന ഇപ്പോൾ അതൊരു ശീലമായിപ്പോയി. ഇതെൻ്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഈ ബിസ്ക്കറ്റ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ അമ്മൂമ്മയ്ക്കാണ് വാങ്ങിയത്. അപ്പം നമ്മളിവിടെ വന്നിട്ടുണ്ട്. അമ്മൂമ്മയ്ക്ക് ഇവിടുന്ന് കാഷ്യൂനട്ടും ബദാമും പിന്നെ കുറച്ച് പിസ്തയും വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആണെങ്കിൽ ഒരുപാട് ഉണങ്ങിയ സംഭവങ്ങൾ, ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ ഉണക്കി വെക്കും ഇവിടെ. പിന്നെ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട് ഇവിടെ. പല വെറൈറ്റി ഉണ്ട്, പല ക്വാളിറ്റിയൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇവിടെ കണ്ടോ, ഇത് ഡ്രൈ ഫ്രൂട്ട്സ് ഉണങ്ങിയതാണ്. ഫ്രൂട്ട്സും ബീട്രൂട്ടൊക്കെ ഉണങ്ങിയതാണോ, പയർ, നമ്മുടെ പച്ചപ്പയറില്ലേ അതൊക്കെ ഉണങ്ങിയത്, അങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണങ്ങിയത് കിട്ടും കേട്ടോ. പിന്നെ അമ്മൂമ്മയ്ക്ക് ഇവിടുത്തെ ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അമ്മൂമ്മയ്ക്ക് കൂടുതലും ഈ ഇറാനിലെ ഫുഡാണ് ഇഷ്ടം. ഇറാനിലെ ചോക്ലേറ്റ് ഇറാനിൽ നിന്നാണോ, ഫ്രൂട്ട്സ് അല്ല ഡ്രൈ ഫ്രൂട്ട് ഇറാനിലാണോ, അങ്ങനെയൊക്കെ ചോദിച്ചാണ് മേടിക്കുന്നത് കേട്ടോ. ഇവിടെ അത് കണക്ക് ഇതാണെങ്കിൽ ഗ്രേപ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉണക്ക് ഡ്രൈ ഗ്രേപ്സ് ഉണ്ടല്ലോ, അതാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇത് അവിടുത്തെയാണോ ഇവിടുത്തെയാണോ സത്യമാണോ എന്ന് എനിക്കറിയില്ല. അവനാണെന്ന് പറയാം അവിടെ വിൽക്കാൻ നിൽക്കുന്ന ആൾ. പിന്നെ ഇവിടെ അമ്മൂമ്മയ്ക്ക് കുറച്ച് ചോക്ലേറ്റ് വാങ്ങിച്ച് നമ്മൾ ഇവിടുന്ന് യാത്രയായി. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്, ചെറിയൊരു ഷോപ്പിംഗ് ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഔട്ട് സൈഡ് വ്യൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഡ്രൈവർ ചേട്ടൻ ഉണ്ടായിട്ടാണ് എനിക്ക് ഈ വീഡിയോ ഒക്കെ വിശാലമായിട്ട് എടുക്കാൻ പറ്റിയത്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ വരുന്നത് വരേക്കും എല്ലാവർക്കും